ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പം മഴക്കാലമാണ്. വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ധാരാളം സ്ഥലങ്ങളിൽ വൃക്ഷങ്ങൾ വീണ് കിടപ്പുണ്ടായിരുന്നു. ലൈൻ കമ്പിയിലും മറ്റ് വഴി തടസ്സമായിട്ടും എല്ലാം. അപ്പം ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഉച്ച തൊട്ട് അതിശക്തമായിട്ട് വീശിയടിക്കുന്ന കാറ്റാണ്. അതുപോലെ തന്നെ ഇന്നലെ രാത്രി 9 മണിയായപ്പോഴും നല്ല രീതിയിൽ കാറ്റുണ്ടായിരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നല്ല ശക്തമായിട്ടായിരുന്നു ഇന്നലെ വീശിയടിച്ച കാറ്റ്. അപ്പം ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ സ്ഥലം കൊല്ലം കേരളപുരമാണ്. അപ്പം കേരളപുരം ജംഗ്ഷനിൽ ഒരു ബസ് പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ തൊട്ടു ബാക്കിൽ ഒരു വലിയ വൃക്ഷം മറിഞ്ഞ് വീണ് കിടക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് ആ ബസ്സിൻ്റെ മുകളിൽ വീണില്ല. അത് കണ്ട് ആശ്വസിച്ച് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കുണ്ട്രയിൽ എളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് ടെസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞ് സ്കൂള് തുറക്കാൻ പോവുകയാണ്. അപ്പം ആ സ്കൂൾ തുറപ്പിൻ്റെ ഭാഗമായിട്ട് വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് ബാറ്ററി കടയിൽ മറ്റോ വന്നതായിരിക്കാം. ആ വണ്ടി അവിടെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലെങ്ങാണ്ടായിരുന്നു പാർക്ക് ചെയ്തിരുന്നത്. ഇന്നലെ രാത്രി പാർക്ക് ചെയ്തിരുന്നത്. രാത്രിയിൽ വീശിയടിച്ച കാറ്റിൽ ആ മരം പിഴുത് വീണ് ആ വണ്ടിയുടെ മുകളിൽ വീണ് വണ്ടി ഫുള്ള് തകർന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ചെയ്ത് വാഹനങ്ങളുള്ളവർ നമ്മൾ വെയിൽ സമയത്ത് തണലിന് വേണ്ടിയിട്ട് ഏതെങ്കിലും വൃക്ഷച്ചുവട്ടിൽ പാർക്ക് ചെയ്യും. പക്ഷേ മഴക്കാലമാകുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. മരങ്ങളുടെ ചുവട്ടിൽ വണ്ടികൾ പാർക്ക് ചെയ്യരുത്. മരങ്ങളുടെ ചുവട്ടിലിരുന്ന് കച്ചവടങ്ങൾ നടത്തരുത്. മീമിക്കുന്നവരും എല്ലാം. ഇവിടെ എളമ്പള്ളൂർ പള്ളിയുടെ അടുത്ത് ഇന്നലെ വൈകുന്നേരം ഒരു മരം മുറിഞ്ഞു വീണു. ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് ഒരമ്മ മീമിട്ടുകൊണ്ടിരുന്നത്. അപ്പം മീമിക്കുന്നവർ, ചെറിയ ചെറിയ കട നടത്തുന്നവർ, ഇവരെല്ലാം ചിലർ വൃക്ഷത്തിൻ്റെ തണലിലിരുന്നാണ് കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിന്നും മാറി ഈ മഴക്കാലത്ത് നിങ്ങളുടേതായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് രാവിലെ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സന്തോഷമായിട്ടിരിക്കുക. വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, താങ്ക് യു.